പ്രിയപ്പെട്ടവരെ, ഉരുൾപൊട്ടൽ അനാഥമാക്കിയ ഒരു നാടിന്റെ നൊമ്പരമുറങ്ങുന്ന മണ്ണാണ് പുത്തുമലയിലേത്. ദുരന്തം കവർന്ന തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ 50-ലധികം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് പുത്തുമലയിൽ സംസ്കരിച്ചത്. ഈ പ്രദേശം ഇതിനൊരു പേര് വന്നിട്ടുണ്ട്. ജൂലൈ 30 ഹൃദയഭൂമി എന്നറിയപ്പെടും. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെതാണ് തീരുമാനം. അഭിജിത്ത് മുഴക്കുന്ന് തേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ആ പുത്തുമലയിലെ ദൃശ്യങ്ങൾ നമ്മളുടെ ഹൃദയം വല്ലാതെ നുറുക്കിയ ദൃശ്യങ്ങളായിരുന്നു. അവിടെയുള്ള കുഴികളും കൂട്ടസംസ്കാരവും അതെല്ലാം വല്ലാത്ത തരം ഒരു സങ്കടം നമുക്ക് തന്നതാണ്. ഇപ്പോൾ ആ സ്ഥലത്താണ് അഭിജിത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ആ പുത്തുമലയിലെ ഈ കൂട്ടസംസ്കാരം നടന്ന സ്ഥലത്തിന് ഇപ്പോൾ ഒരു പുതിയ പേര് വന്നിരിക്കുന്നു, ജൂലൈ 30 ഹൃദയഭൂമി. അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കുമല്ലോ അല്ലേ അഭിജിത്ത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സംശയമില്ല, വല്ലാത്തൊരു വേദനയിലൂടെയാണ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ ഉറങ്ങുന്ന ഭൂമിയാണിത്. ഇതിന് ഹൃദയഭൂമി എന്നല്ലാതെ എന്താണ് പേര് നൽകുക? തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാത്തതുമായ 59 മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ സംസ്കരിച്ചത്. ഒപ്പം 200-ലധികം ശരീരഭാഗങ്ങളും ഇവിടെ സംസ്കരിച്ചു. നമുക്കറിയാം, 2019 പുത്തുമലയിൽ ഒരു ദുരന്തമുണ്ടായത്. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം മുണ്ടക്കൈ ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായി. 300-നടുത്തു പേർ മരണപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ സംസ്കരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം അരുൺകുമാർ, ഒരു കുടുംബത്തിലെ തന്നെ 3 സഹോദരങ്ങളെ സംസ്കരിച്ചൊരു സ്ഥലം നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പലരും. അതിലെഴുതിയൊരു വാചകം നമുക്കതിലേക്ക് പോയാൽ നമുക്ക് കാണാം. അച്ഛ അമ്മേ, ഞങ്ങൾ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാഖമാർക്ക് നടുവിലാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഹൃദയഭേദകമായ വരികൾ കുത്തിവെച്ച ശിലാഫലകങ്ങളൊക്കെ നമുക്ക് ഈ പുത്തുമലയിൽ കാണാൻ കഴിയും അരുൺകുമാർ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു വേദനയോടെ അല്ലാതെ നമുക്ക് ഈ പ്രദേശത്ത് നിൽക്കാൻ കഴിയില്ല. അന്നുണ്ടായ, ഒരു വർഷം മുൻപ് ഉണ്ടായ ആ ഒരു ദുരന്തത്തിൻ്റെ, ആ അപകടത്തിൻ്റെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. അന്ന് ഒരുപാട് പേർ അതിജീവിച്ചു. പക്ഷേ ഒരുപാട് പേർക്ക് തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നഷ്ടമായി. അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഏതായാലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെതാണ് ഈ തീരുമാനം അരുൺകുമാർ. ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ് ഇനി ഈ പ്രദേശം അറിയപ്പെടുക. പഞ്ചായത്ത് അംഗം തന്നെയായ അജ്മൽ എന്നയാളാണ് ഈ പേര് മുന്നോട്ട് വെച്ചത്. അത് പഞ്ചായത്ത് അംഗീകരിക്കുകയായിരുന്നു അരുൺകുമാർ. ജൂലൈ 30 ഹൃദയഭൂമി. ഇപ്പോൾ അഭിജിത്ത് നിൽക്കുന്ന പുത്തുമലയിൽ അന്ന് കണ്ണീരായിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും ചാറ്റൽ മഴയുണ്ട്. പ്രകൃതിയുടെ കണ്ണീര് പോലെ അല്ലേ? പലപ്പോഴും പ്രകൃതിയുടെ കണ്ണീര് പോലെയായിട്ട് മഴ തോന്നും. ചില സമയങ്ങളിൽ സുഗതകുമാരി ടീച്ചർ പറയുന്നത് നോക്കിയാൽ, രാത്രി മഴയുടെ സമയത്ത് അതിങ്ങനെ ഒരു കൂട്ടുകാരിയെ പോലെ ചന്നം പിന്നം നമ്മളോട് മന്ത്രിക്കുന്നത് പോലെ തോന്നും. പക്ഷേ പുത്തുമലയിലെ മനുഷ്യർക്കും വയനാട്ടിലെ മനുഷ്യർക്കും വല്ലാത്തൊരു ആധിയായിരുന്നു.